ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് ഈ ഒരു സിമ്പിൾ ഡിസൈനാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം വേണ്ടത് കട്ട് ബീഡ്സ് ആണ്. 2 കട്ട് ബീഡ്സ് വീതം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ ചരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പം ബേസായിട്ട് വേറെ ഒന്നും കൊടുക്കുന്നില്ല, ബോൾ ചെയിനോ അങ്ങനെ ഒന്നും കൊടുക്കുന്നില്ല. ജസ്റ്റ് ഈ ഒരു ഇത് മാത്രമാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ബേസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ഇങ്ങനെ 2 കട്ട് ബീഡ്സ് ഇങ്ങനെ ചരിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് റൗണ്ട് ബീഡ്സ് ആണ്. അപ്പോൾ ഒരു റൗണ്ട് ബീഡ്സ് ഇതുപോലെ എടുത്ത് നമ്മൾ ആ ബേസ് കൊടുത്തതിന് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഈ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ എടുക്കുന്നത് ഒരു കട്ട് ബീഡും ഒരു സീക്വൻസും. ആ ഒരു രീതിക്ക് ഒരു ഫ്ലവർ പോലെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ആദ്യം ഒരു 4 വശത്ത് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഇടയിലുള്ള ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടില്ലാതെ ഒരു ഫ്ലവർ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതിയേ. വർക്കുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബുക്കിങ്ങോ എൻക്വയറീസോ ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തേക്കാം, കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് ഒരു റൗണ്ട് ബീഡും 2 കട്ട് ബീഡ്, പിന്നെ വീണ്ടും ഒരു റൗണ്ട് ബീഡ്, ആ ഒരു രീതിക്ക് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതുപോലെ വച്ചു കൊടുക്കുക. പിന്നെ ഒരു റൗണ്ട് ബീഡ് എടുത്തിട്ട് നമ്മളിപ്പോൾ ഇതുപോലെ നടുക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അതിന് ചുറ്റും കവറാവുന്ന രീതിക്ക് റൗണ്ട് ബീഡ് തന്നെ വെച്ച് കൊടുക്കുകയാണ്. ഇവിടെ ഞാനിപ്പോൾ ഒരു 6 റൗണ്ട് ബീഡാണ് എടുക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന ഒരു റൗണ്ട് ബീഡിൻ്റെ വലുപ്പത്തിനനുസരിച്ച് വച്ച് നോക്കിയിട്ട് എടുക്കുക. ഇപ്പോൾ റൗണ്ട് ബീഡ്സിന് പകരം വേണമെങ്കിൽ ഷുഗർ ബീഡ്സും എടുക്കാവുന്നതാണ്. അപ്പം ദേ ഇതുപോലെ ഇങ്ങനെ വച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് ചുറ്റും ലോക്കാവുന്ന രീതിക്ക് 3 4 സ്റ്റിച്ച് ചെയ്തിട്ട് ഇടയ്ക്ക് ഇതുപോലെ കൊടുക്കുക. പിന്നെ 2 കട്ട് ബീഡും ഒരു റൗണ്ട് ബീഡും, ആ ഒരു രീതിക്ക് നമ്മളിത് ഇതുപോലെ ഒരു ലീഫ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതുപോലെ ചെയ്തെടുക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. ഒരുപാട് സാധനങ്ങളുടെ ആവശ്യമൊന്നും ഈ ഒരു ഡിസൈന് വരുന്നില്ല. കട്ട് ബീഡ്സും സീക്വൻസും റൗണ്ട് ബീഡും മാത്രം മതിയാവും. എല്ലാവരും ഈ ഒരു ഡിസൈൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതേ ഇതുപോലെ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഫ്രണ്ട് നെക്കും അതുപോലെ ബാക്കും സ്ലീവും നമ്മൾ ഇതുപോലെ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ അതിനിടയ്ക്ക് ആ 2 ലീഫിൻ്റെ ഇടയ്ക്ക് ഒരു സ്റ്റോണും കൂടി വച്ചിട്ടുണ്ട്. അത് വീഡിയോയിൽ നിന്ന് മിസ്സായി പോയതാണ്. അപ്പോൾ അതും കൂടി വേണമെങ്കിൽ വച്ച് കൊടുക്കുക. വച്ച് കൊടുത്താൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.